മുതുമല കടുവ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ മൈസൂർ റോഡ് വഴി തടഞ്ഞ് നിൽക്കുന്ന ഒരു അമ്മയാനയെ കുറിച്ചുള്ള വാർത്തയിലേക്ക് പോവുകയാണ്. കാടിനുള്ളിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വയ്യാതായിരിക്കുന്നു കുട്ടിയാനയ്ക്ക്. വിനയ് ഉണ്ണി തന്നെ നമുക്കൊപ്പം ഉണ്ട്. വിനയ്, നമ്മളെ കുറച്ച് നേരത്തെ പറഞ്ഞത് ഒരു അമ്മയുടെ സന്തോഷമാണ്. ഒരു സ്ഥാനാർത്ഥിയായ ഡോക്ടർ തന്നെ ഓടി വന്ന് പ്രസവം എടുത്തു, കുഞ്ഞും അമ്മയും സുരക്ഷിതയായി ഒരു വശത്തുണ്ട്. പക്ഷേ മറ്റൊരു സങ്കട കാഴ്ച, അതും ഒരമ്മ, ആനയാണെങ്കിൽ കൂടി, ഒരു മൃഗമാണെങ്കിൽ കൂടി അതും ഒരു അമ്മയാണ്. അമ്മമാർക്ക് മക്കൾ എപ്പോഴും വലുതാണ്. അപ്പോൾ കുട്ടിയാനയെ ഓർത്ത് അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇനി ആ വാർത്തയുടെയും കൂടി വിശദാംശങ്ങൾ വേണം നമുക്ക്. സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. തമിഴ്നാട് കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്, മുതുമല കടുവ സങ്കേതത്തോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെയുള്ള ബന്ദിപ്പൂർ മൈസൂർ റോഡിലാണ് ഒരു അമ്മയാന അതിൻ്റെ കുട്ടിയാനോടൊപ്പം നിൽക്കുന്ന കാഴ്ച. കുട്ടിയാന റോഡിൽ കിടക്കുകയാണ്, അമ്മയാന അതിന് കാവലായി നിൽക്കുന്നു. മാത്രമല്ല ഒരു വണ്ടി പോലും കടന്നു ആകാത്ത വിധത്തിൽ ഈ റോഡ് തടഞ്ഞിരിക്കുകയാണ് അമ്മയാന. നോക്കുമ്പോൾ അതായത് ഈ കുട്ടിയാനയും അമ്മയാനും നേരത്തെ പോകുന്ന സമയത്ത് ഒരു കടുവ ഈ കുട്ടിയാനയെ ആക്രമിച്ചിരുന്നു. ആക്രമണത്തിൽ കുട്ടിയാനയ്ക്ക് സാരമായി പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയാനയ്ക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് ആ റോഡിൽ അമ്മയാന നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കുട്ടിയാനയും കൊണ്ട് അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. കുട്ടിയാന തീരെ അവശനായി കിടക്കുകയാണ്. എന്തായാലും ഏറെ നേരം മൈസൂർ ബന്ദിപ്പൂർ റോഡിൽ ഈ ഗതാഗതം തടഞ്ഞുകൊണ്ട് ഈ അമ്മയാന നിലയുറപ്പിച്ചു. പിന്നീട് കുട്ടിയാനയ്ക്ക് എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പാകമായപ്പോഴാണ് അവർ പിന്നീട് ആ റോഡിൽ നിന്ന് മാറുകയും പിന്നീട് ഇതിലൂടെ ഗതാഗതം സാധ്യമായത്. എന്തായാലും അമ്മയുടെ ഒരു വേദനയുണ്ട്. കാരണം ഒരു കടുവ ആക്രമിക്കുക, പിന്നീട് ആ കുട്ടിയാനയ്ക്ക് പരിക്കേറ്റ് കിടക്കുന്ന കുട്ടിയാനയ്ക്ക് സംരക്ഷണം ഒരുക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിലും ആ കുട്ടിയാനയെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അമ്മയാന അവിടെ നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും പിന്നീട് കാട് കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സേതു.